കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വീഡിയോ സന്ദേശങ്ങളുടെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഈ തിരുവചനം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. അല്പസമയം ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, 27, 28, 29. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവായ ദൈവം തൻ്റെ ശുശ്രൂഷ വേളകളിൽ പല ഭാഗങ്ങളിൽ കടന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ 9-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിൽ എത്തി. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്നത്, ഒരു പക്ഷവാതക്കാരൻ, അങ്ങനെ പലവിധமான കാര്യങ്ങൾ, വചനം സൗഖ്യമാക്കുന്ന വചനങ്ങൾ ഇതിനകത്ത് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ 27-ാം വാക്യത്തിൽ പറയുകയാണ്, യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു. യേശു ആ വഴിയെ ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ വഴിയരികെ ഇരുന്നു കൊണ്ട് യേശു വന്നെന്ന് അറിഞ്ഞപ്പോൾ പറയുകയാണ്, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. ഹല്ലേലൂയ. അവൻ വീട്ടിൽ എത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് ഉവ്വ് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ വിശ്വാസം കണ്ടിട്ട് കർത്താവായ യേശു 2 കുരുടന്മാരെ സൗഖ്യമാക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ യേശു സൗഖ്യമാക്കി. അവിടെ വിശ്വാസം പോലെ തന്നെ പൂർണ്ണമായ ഒരു വിടുതൽ അവർക്ക് ഉണ്ടാകുവാനിടയായി തീർന്നു. അതിൻ്റെ 27 മുതൽ കീപ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ഇന്ന് നമ്മുടെ കർത്താവായ ദൈവം സൗഖ്യദായകനായ യേശുവാണ്. നമ്മുടെ നിലവിളി കേൾക്കുന്ന കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏത് രോഗങ്ങൾ വന്നുകൊള്ളട്ടെ, വിടുവിക്കുവാൻ തക്കവണ്ണം സൗഖ്യദായകനായ യേശു, വചനമയച്ച് വിടുവിക്കുന്ന യേശു, ഇന്ന് കർത്താവായ ദൈവം നമ്മളെ വിടുവിക്കുവാൻ തക്കവണ്ണം അവൻ സർവശക്തനായ ദൈവമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവരുടെ കണ്ണ് 29-ാം വാക്യം പറയുന്നു, അവൻ അവരുടെ കണ്ണ് തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. കുരുടന്മാരുടെ വിശ്വാസം അനുസരിച്ച് കർത്താവായ യേശു അവരുടെ കണ്ണിൽ തൊട്ടപ്പോൾ അവർക്ക് വിടുതലുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവായ ദൈവം വിടുതലയക്കുവാൻ തക്കവണ്ണം മതിയായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായ രോഗങ്ങളായിരിക്കാം, ബ്രെയിൻ ട്യൂമർ ആയിരിക്കാം, ഫാറ്റി ലിവർ ആയിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, ഏതുമായിക്കൊള്ളട്ടെ, സ്വർഗീയ പിതാവായ ദൈവം വിടുവിക്കുവാൻ തക്കവണ്ണം അവൻ സർവശക്തനായ ദൈവമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അത് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് യഹോവയായ ദൈവത്തെ പാടി സ്തുതിക്കുമെന്നൊക്കെയും സങ്കീർത്തനക്കാരൻ പറയുന്നുവെങ്കിൽ, ഇന്ന് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോട്
ദൈവസന്നിധിയിലായിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഏത് വേദനകളുമായിക്കൊള്ളട്ടെ കർത്താവ് വിടുവിക്കുവാൻ സർവശക്തനായ ദൈവമാണ്. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് നടുവേദനയായിരിക്കുക, പനിയായിരിക്കുക, ചുമയായിരിക്കുക, എന്തുമായിക്കൊള്ളട്ടെ കർത്താവ് വിടുവിക്കുവാൻ സർവശക്തനായ ദൈവം. കുരുടന്മാരുടെ കണ്ണ് തുറന്ന സ്വർഗീയ പിതാവാ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്തും വലിയവ ചെയ്യുവാൻ സർവശക്തനായ ദൈവമാണ്. ഓ ഹല്ലേലൂയ! ആ കർത്താവ് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ! ഇവിടെ പറയുമ്പോൾ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം അനുഗ്രഹിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. ഇതിനകത്തൊരു ആത്മീക വശമുണ്ട്. എന്താണ്? ആത്മീകമായ കണ്ണ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കുരുടായി പോകരുത്. ആത്മീകമായി നമ്മുടെ ആന്തരികമായ കണ്ണ് പ്രകാശിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവിടെ വിശ്വാസത്താൽ നാം അടിയുറച്ചു നിൽക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ തിരുവചനങ്ങളാൽ കർത്താവ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.